ഈ അവസാന ദിവസമായിട്ട് 2025 ഞാൻ പരാജയപ്പെട്ടോ അല്ലെങ്കിൽ ഞാൻ എന്ത് സക്സസ് ആണ് എനിക്ക് ഉണ്ടായെന്നുള്ള ചിന്താഗതിയിലാണോ? അതൊക്കെ പോട്ടടോ. നമ്മളെ വിചാരിച്ചൊക്കെ നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ ഒരു രീതിയിൽ കൊണ്ടുവരിക. അപ്പം നമുക്ക് ഒരു പുതുവത്സരത്തിൽ ഇനിയും നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം നമ്മുടെ സക്സസ് തന്നെ ആയിരുന്നല്ലേ. അങ്ങനെ ചിന്തിച്ചാൽ നമ്മളെല്ലാവരും വിജയിച്ച വർഷമല്ലേ. അപ്പോൾ ഇത് എനിക്ക് എല്ലാവർക്കും ഒരു പുതുവത്സര ദിവസത്തിൻ്റെ ആ ഒരു ഇത് ആവേശമാണെങ്കിൽ എനിക്ക് ഇന്ന് എൻ്റെ പൊന്നുമോൻ്റെ ബർത്ത്ഡേ ദിവസം കൂടിയാണ് കേട്ടോ. 11 വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് കിട്ടിയ എൻ്റെ പൊന്നോമണിയുടെ ബർത്ത്ഡേ ദിവസമാണ്. അവൻ ഡിസംബർ 31 അവൻ്റെ ജന്മദിനം. അപ്പം അങ്ങനെ അവനെ ക്രിസ്മസ് ഷൂട്ടിന് വേണ്ടിയിട്ട് ക്രിസ്മസിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊണ്ട് വിട്ടേച്ച് എനിക്കിന്ന് ക്രിസ്മസ് ഷൂട്ട് ഉണ്ടായിരുന്ന ദിവസമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ബസ് യാത്രയാണ് കേട്ടോ. അപ്പം സാധാരണ എപ്പോഴും എല്ലാവരും കൂടിയാണ് പോകണമെങ്കിൽ ഇന്ന് അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം, വൈകിട്ട് വന്ന് വിളിച്ചാൽ മതി എന്നും പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം കൂടി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ കുറച്ച് നേരം കൂടെ ചിലവഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈകിട്ട് വന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ നാത്തൂനും കൂടെയാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൾ പ്രത്യേകം പറഞ്ഞ് വെള്ളം പോലും കുടിക്കണ്ട, വെളിയിൽ നിന്ന് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സാലഡൊന്നും കഴിക്കാത്ത ആള് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അവൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ സ്നേഹത്തോടുകൂടി വിളമ്പുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക രുചികളുമാണല്ലോ. അങ്ങനെ അവളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് കേട്ടോ. നല്ല കൊച്ചിയിലാണ്. അപ്പോൾ അവളുടെ വീട്ടിലായിരുന്നു എനിക്ക് എല്ലാ സെറ്റിങ്സും ചെയ്ത് വെച്ചിരുന്ന ഡ്രസ്സ് ഉൾപ്പെടെ അവളുടെ ആ ഒരു സജ്ജീകരണത്തിലായിരുന്നു. അങ്ങനെ അതും എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞു നേരെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് കയറി. അപ്പം മമ്മൂട്ടിക്കൊക്കെ ഷൂട്ടുള്ളതുപോലെ നിനക്ക് എന്തിൻ്റെ ഷൂട്ട്? നമ്മൾ ചെയ്യുന്ന ഏത് തൊഴിലോടും ആത്മാർത്ഥത കാണിക്കുക. ഞാനൊരു ടീച്ചർ കൂടിയായിരുന്നു. ആ ഒരു മേഖല എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് സക്സസ് ആകാനും നമുക്ക് സാധിച്ചു. ഇന്ന് തസ്നി എന്നുള്ള പേരിനേക്കാളും നാത്തൂൻസ് എന്ന പേരിൽ ഞാൻ അറിയപ്പെടുമ്പോഴത്തേക്കും എവിടെ കണ്ടാലും നാത്തൂൻസ് എന്ന് വിളിച്ച് ഓടി വരുമ്പോഴത്തേക്കും ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവലാണല്ലേ. അപ്പം നമുക്ക് എന്ത് നേടാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ തമ്പുരാൻ്റെ ആ ഒരു കൃപയും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടൊന്നും ഇല്ലെന്നേ വിചാരിച്ചാൽ മതി. മറ്റുള്ളവരുടെ സക്സസ് നോക്കി നമ്മൾ അത് എങ്ങനെ സാധിച്ചു എന്നുള്ളതല്ല, എനിക്ക് എന്ത് പറ്റുമെന്ന് ചിന്തിച്ച് ചെയ്തു നോക്കൂ. ഈ വർഷം നമുക്ക് നല്ലൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഡയറ്റ് ജേണിക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആയിരിക്കട്ടെ.